പ്രിയമുള്ളവരെ നമസ്കാരം. അങ്ങനെ പ്രതിപക്ഷം ജനാധിപത്യത്തിൻ്റെ ശക്തി കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നിച്ച് പാർലമെൻറ്റിൽ ഈ ബില്ല് പരാജയപ്പെടുത്തി. പ്രതിപക്ഷത്തിൻ്റെ വിചാരം ഇതെന്തോ അവരെ വലിയ വിജയമാണെന്ന്, അതുകൊണ്ട് അവരങ്ങ് ആഘോഷിക്കുകയാണ്. പക്ഷേ സത്യത്തിൽ ഇത് അമിത്ഷായും നരേന്ദ്രമോദിയൊക്കെ റൂമിലിരുന്ന് പൊട്ടിച്ചിരിക്കുകയായിരിക്കും. എപ്പോഴൊക്കെ അമിത്ഷാ മനോഹരമായ ഒരു ചൂണ്ടയിട്ട് കൊടുത്തിട്ടുണ്ടോ അപ്പോഴൊക്കെ വായും തുറന്ന് അതി വന്ന് ചാടിക്കൊരുക്കുന്ന ഒരാളാണ് നമ്മുടെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ഓരോ തവണ നമ്മുടെ അമിത്ഷായും നരേന്ദ്രമോദി അടിക്കാൻ വേണ്ടിയിട്ട് ഒരു മൺപട്ടിയും പൊക്കിയെടുത്തുകൊണ്ട് ഇങ്ങനെ പുറകെ കൂടെ ചെല്ലുന്ന സമയത്ത് അടിക്കാൻ വേണ്ടി ഊങ്ങുമ്പോഴാണ് മൺപട്ടിയുടെ മണ്ടഭാഗം ഊരി രാഹുൽ ഗാന്ധിയുടെ തല വീഴുന്നത്. പലപ്പോഴും ഇത് തന്നെയാണ് രാഹുൽ ഗാന്ധി ഈ രാജ്യത്ത് ചെയ്തു വെച്ചേക്കുന്ന പല കാര്യങ്ങളും. ഞാൻ ഈ പ്രതിപക്ഷത്ത് കഴിഞ്ഞ ദിവസം വിജയിച്ചു എന്ന് പറയുന്നതിനകത്തുള്ള ഇവരുടെ വെട്ടിത്തരങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായ രീതിയിൽ മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഇവരിപ്പോൾ പറയുന്നത് വനിതാ സംവരണ ബില്ല് പാസ്സാക്കാനായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ 543 തന്നെ പാസ്സാക്കിയാൽ പോരായിരുന്നോ, അതിനായി എന്തിനാണ് ഡീലിമിറ്റേഷൻ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു സാമാന്യ ലോജിക്കൽ വശം ആദ്യം ഞാൻ പറയാം. 1971 നമ്മുടെ ലോക്സഭാ സീറ്റ് എന്ന് പറഞ്ഞാൽ 543. അന്ന് 543 സീറ്റുള്ള സമയത്ത് 55 കോടി ജനങ്ങളാണ് അന്ന് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നത്. 1952 ഇത് 489 489 സീറ്റുള്ള സമയത്ത് നിന്നും 543 52 മുതൽ 71 വരെ, അതായത് 19 വർഷം കൊണ്ട് വർദ്ധിപ്പിച്ചപ്പോൾ 71 ശേഷം നമ്മുടെ സീറ്റ് വർധന ഉണ്ടായിട്ടേ ഇല്ല. അപ്പോൾ സ്വാഭാവികമായും 2026 140 കോടി ജനതയുള്ള സമയത്ത് അതിനാനുപാതികമായി സീറ്റ് വർദ്ധിപ്പിക്കണം. അതിന് ഈ വനിതാ സംവരണം ഒന്നും നടപ്പിലാക്കിയില്ലെങ്കിൽ പോലും, ഇനി വനിതാ സംവരണം നടപ്പിലാക്കിയില്ലെന്ന് വെച്ചോ, അല്ലെങ്കിൽ തന്നെ ഒരു കോമൺ സെൻസിൽ നമ്മളൊന്ന് ചിന്തിച്ചൂടെ, വനിതാ സംവരണം മാറ്റിവെക്കും. നരേന്ദ്രമോദിക്ക് എന്തിനാണോ ഡീലിമിറ്റേഷൻ നടപ്പിലാക്കാൻ വനിതാ സംവരണം? അത് പുള്ളി മുന്നോട്ട് വെച്ച മഹത്തായ ഒരു ആശയം കൂടിയായിരുന്നു. പക്ഷേ ഇതിനകത്തൊരു രസകരമായ കാര്യം, 2001 84 ഭേദഗതി പ്രകാരം ആ 84 ഭേദഗതിയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, 71 സെൻസസ് പ്രകാരമുള്ള ചട്ടം അതേപടി നിലനിർത്തിക്കൊണ്ട് 2026 വരെ തൽസ്ഥിതി തുടരട്ടെ. അതുകൊണ്ടാണ് 2026 ശേഷം ഈ ബില്ല് വരുന്നത് തന്നെ. ഇനി 2023 വനിതാ സംവരണ ബില്ല് പാസ്സാക്കിയതാണ്, പിന്നെ എന്തിനാണ് ഇത് നിങ്ങൾക്ക് അതങ്ങ് നടപ്പിലാക്കിക്കൂടെ? അവിടെയാണ് ഈ രാഹുൽ ഗാന്ധി ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ വലിയൊരു വിഡ്ഢിത്തരം കാണിച്ചു കൂട്ടിയത്. അതായത് ഈ 543 സീറ്റിൽ നിലവിലത്തെ സ്ഥിതി വെച്ചുകൊണ്ട് ഇത് നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ 543 33% എന്ന് പറയുന്നത് ഏകദേശം എൻ്റെ മാത്തമാറ്റിക്കൽ കണക്കെടുക്കുക, ഞാനത് കൃത്യമായി കണക്കൂട്ടിയിട്ട് പറയാമല്ല. എന്നാലും 500 ആണെന്നുണ്ടെങ്കിൽ 150 സീറ്റ് വരും. 33% എന്ന് പറഞ്ഞാൽ 165 സീറ്റ് 500 വരും. 43 ആകുമ്പോഴത്തേക്ക് വീണ്ടും 12 15 വീണ്ടും ഒരു 15 സീറ്റും കൂടെ ആഡ് ഓൺ ചെയ്യപ്പെടും. അപ്പോൾ ഏകദേശം 180ഓളം സീറ്റുകൾ ഈ പറഞ്ഞ 545 ലോക്സഭാ സീറ്റിന് ആനുപാതികമായിട്ട് സ്ത്രീ സംവരണം കൊടുത്താൽ 160ഓളം സീറ്റുകൾ സ്ത്രീ സംവരണമായി മാറും. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നിലവിൽ ഇനി രണ്ടാമതൊരു രസകരമായൊരു കോമഡി എന്ന് വെച്ചാൽ, ഇപ്പോഴുള്ള ജനസംഖ്യ ആനുപാതികമായി സീറ്റുകൾ ഡിവൈഡ് ചെയ്താൽ ഒരാൾ ചെയ്യുന്ന വോട്ടിന്, ഈ രാജ്യത്ത് എവിടെ ചെയ്യുന്ന വോട്ടിന് ഒരു മൂല്യം ഉണ്ടാവണമെന്നുള്ളതാണ്. അതായത് ഇപ്പം നമ്മൾ ഒരു എം പിയെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് 11 ലക്ഷം പേർക്കാണ് ഒരു എം പി എങ്കിൽ ഉത്തർപ്രദേശിൽ ഇത് 25 ലക്ഷം പേർക്ക്, മധ്യപ്രദേശിൽ 25 ലക്ഷം പേർക്കോ 30 ലക്ഷം പേർക്കോ ഒക്കെയാണ് ഒരു എം പി എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ വോട്ടിനും മധ്യപ്രദേശിലെ ഉത്തർപ്രദേശിലുള്ള ഒരുത്തൻ്റെ വോട്ടിനും ഈക്വലായിട്ടുള്ള സ്ഥാനം വേണമെന്നാണ് ഭരണഘടന പറയുന്നത്. അപ്പം ഭരണഘടന പ്രകാരം അത് നടപ്പിലാക്കാൻ തീരുമാനിച്ചാൽ ഉത്തർപ്രദേശിലുള്ള 25 ലക്ഷത്തിന് ഒരു എം പി എന്നുള്ള അതേ കണക്ക് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി BJP ശ്രമിക്കും. അത് തടയാൻ ഇവർക്ക് പറ്റില്ല, കാര്യം അത് ഭരണഘടന പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം നിലവിലുള്ള 20 ലോക്സഭാ എം പിമാരിൽ 14 പേരായിട്ട് കേരളത്തിലെ ലോക്സഭാ എം പിമാരുടെ എണ്ണം കുറയും. ഈ 14 ഒരു 33% സ്ത്രീ സംവരണം കൂടി ആയിക്കഴിഞ്ഞാൽ ഏകദേശം അതിനകത്ത് നമ്മുടെ SC/ST സംവരണം കൂടെ പോയി കഴിഞ്ഞാൽ 6 7 സീറ്റുകൾ മാത്രമായിരിക്കും ഒരു ജനറൽ സീറ്റിൽപ്പെട്ട ഒരാൾക്ക് മത്സരിക്കാൻ ലഭിക്കുക. സ്വാഭാവികമായിട്ടും വെട്ടും കുത്തും ഇവിടെ നടക്കും. ഇനി അത് മാത്രമല്ല, കേരളത്തിൽ നിന്ന് ജയിച്ചു വന്നാൽ കൈവക്കുന്ന എണ്ണം എത്രയാണ്? 14 പേര് മാത്രമാണ്. അതേസമയം ഉത്തർപ്രദേശിൽ ജനസംഖ്യാനുപാതികമായിട്ട് നടപ്പിലാക്കുമ്പോൾ നിലവിലുള്ള 80 എന്തായാലും നിലനിൽക്കും. അത് കൂടാനാണ് സാധ്യത, കുറഞ്ഞത് 100എങ്കിലുമായി മാറാനാണ് അവിടുത്തെ സാധ്യത. അപ്പോൾ ഇവിടെ രാജ്യത്ത് BJPക്ക് അധികാരം കിട്ടണമെന്നുണ്ടെങ്കിൽ സീറ്റ് വർദ്ധിപ്പിച്ചാലും, അതായത് നിങ്ങൾ ഈ പറയുന്ന വിഡ്ഢിത്തരം നിങ്ങൾ ആലോചിക്കണം, 850 സീറ്റ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിൻ്റെ പകുതി സീറ്റുകളാണ് കേവല ഭൂരിപക്ഷമായിട്ട് വരേണ്ടത്. അതായത് 426 സീറ്റ് കിട്ടിയെങ്കിൽ മാത്രമേ രാജ്യത്ത് നമുക്ക് മോദിക്ക് അധികാരത്തിലെത്താൻ പറ്റൂ. അല്ലാതെ 850 സീറ്റ് വർദ്ധിപ്പിക്കുന്ന സമയത്ത് 273 സീറ്റ് പിടിച്ച് അധികാരത്തിലെത്താൻ പറ്റില്ല. ഇനി 426 സീറ്റ് കിട്ടണമെങ്കിൽ ഉത്തർപ്രദേശിലെ എല്ലാ സീറ്റിലും, മധ്യപ്രദേശിലെ എല്ലാ സീറ്റിലും, ഗുജറാത്തിലെയും മഹാരാഷ്ട്രയിലെയും രാജസ്ഥാനിലെ എല്ലാ സീറ്റിലും ജയിച്ചാൽ പോലും 426 കിട്ടില്ല.
ഇനി മറ്റൊരു കാര്യം, ഈ നിലവിൽ BJP ജയിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തർപ്രദേശിലെ പല സീറ്റുകളിലും ധാരാളം മുസ്ലിം സമൂഹം കൂടി ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഈ ജനസംഖ്യ ആനുപാതികമായി ഇത് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ചില മണ്ഡലങ്ങളിലെങ്കിലും 50% മുസ്ലിങ്ങൾ വരാം. അപ്പോൾ അത് മാത്രമല്ല, ഇത്തരം മണ്ഡലങ്ങളിൽ ഈ BJPക്കെതിരെ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് മത്സരിച്ചാൽ, അതായത് SP, BSP, കോൺഗ്രസ്, ആം ആദ്മി തുടങ്ങിയ രാഷ്ട്രീയ സംഘടനകളെല്ലാം കൂടി ഒരുമിച്ച് നിന്ന് മത്സരിച്ചാൽ ഉത്തരേന്ത്യയിലെ പല സീറ്റുകളിലും BJPയെ പരാജയപ്പെടുത്താൻ ഇവർക്ക് പറ്റും. അതേസമയം ദക്ഷിണേന്ത്യയിലെ സീറ്റുകളിൽ ഒന്നും തന്നെ BJPക്ക് ജയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യവും ഉണ്ടാകില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ചുരുക്കത്തിൽ 850 സീറ്റുകൾ വർദ്ധിപ്പിച്ച് സ്ത്രീ സംവരണം നടപ്പിലാക്കിയിരുന്നുണ്ടെങ്കിൽ BJPക്ക് രാജ്യാധികാരം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകേണ്ടിയിരുന്നത്. അവിടെയാണ് അമിത്ഷായും നരേന്ദ്രമോദിയും ഏറ്റവും ബുദ്ധിപരമായി ഈ തീരുമാനത്തെ കൈകാര്യം ചെയ്തത്. കാരണം 543 സീറ്റിൽ സ്ത്രീ സംവരണം നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ സ്വാഭാവികമായും ഈ പ്രതിപക്ഷം പറയും, നിങ്ങൾ ജനസംഖ്യ ആനുപാതികമായി നടപ്പിലാക്കണം, സെൻസസ് കഴിഞ്ഞതിന് ശേഷം നടപ്പിലാക്കണം, സെൻസസ് ഈ രാജ്യത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ 71-ലെ സിസ്റ്റം ഇവിടുന്ന് മാറ്റി സീറ്റിൻ്റെ എണ്ണം കൂട്ടി നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ നടപ്പിലാക്കണമെന്ന് പറഞ്ഞായിരിക്കും ഇവർ പ്രശ്നമുണ്ടാക്കുക. സ്വാഭാവികമായും അത് ചെയ്യേണ്ട ബാധ്യത രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ, അല്ലെങ്കിൽ കാര്യങ്ങളെ മുൻകൂട്ടി കാണുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഇവർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചെയ്താൽ അതിൽ വരാൻ പോകുന്ന അപകടം BJPക്ക് തന്നെയാണ്. കാരണം സീറ്റ് വർദ്ധിപ്പിച്ച് ഉത്തരേന്ത്യയിൽ എല്ലാ സീറ്റിലും ജയിക്കാൻ BJPക്ക് പറ്റില്ല. ഇപ്പം ഞാൻ വളരെ ലളിതമായ ഒരു ഉദാഹരണം പറയാം. ഇപ്പം തൃക്കാക്കര നിയോജക മണ്ഡലം എന്ന് പറയുന്നത് 2 ഭാഗങ്ങൾ ചേർന്നാണ്. പാലാരിവട്ടം ഭാഗം, കാക്കനാട് ഭാഗം. പാലാരിവട്ടം ഭാഗത്ത് ഹിന്ദു മെജോറിറ്റി മേഖലയാണെങ്കിൽ കാക്കനാട് ഭാഗം എന്ന് പറയുന്നത് മുസ്ലിം ക്രിസ്ത്യൻ മെജോറിറ്റി മേഖലയാണ്. സ്വാഭാവികമായിട്ടും ഈ മണ്ഡലം രണ്ടാവുകയോ ഈ മണ്ഡലത്തെ ഡിവൈഡ് ചെയ്യുകയോ ഏതെങ്കിലും സാഹചര്യത്തിൽ സംഭവിച്ചാൽ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഒരു കാലത്തും BJPക്ക്, ഇപ്പം തന്നെ ഞാൻ ഉദാഹരണം പറയാൻ വേണ്ടി പറഞ്ഞതാണ്, ഇതുപോലെ ഉത്തരേന്ത്യയിലെ പല പ്രദേശങ്ങളിലും മുസ്ലിം ക്രിസ്ത്യൻ ഭൂരിപക്ഷമുണ്ട്, ദളിത് ഭൂരിപക്ഷമുണ്ട്, SP-ക്കും BSPക്കും സ്വാധീനമുള്ള ചില മേഖലകളുണ്ട്. പക്ഷേ ഇത്രയും അധികം ടോട്ടാലിറ്റിയിൽ നിന്നുകൊണ്ട് വോട്ട് രേഖപ്പെടുത്തുന്നത് കൊണ്ടാണ് BJPക്ക് ഒരുപക്ഷെ എല്ലായിടത്തും ജയിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിലെ 80 സീറ്റ് 120 സീറ്റായി വർദ്ധിപ്പിച്ചാൽ ഒരു പക്ഷേ അവിടെ BJP ഇതര രാഷ്ട്രീയ പാർട്ടികൾക്ക് കൂടുതൽ സീറ്റിൽ ജയിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുമ്പോൾ ദക്ഷിണേന്ത്യയിൽ വർദ്ധിപ്പിക്കുന്ന സീറ്റുകൾ ഒന്നിലും തന്നെ BJPക്ക്, കർണാടക ഒഴിച്ച് ഒന്നിലും തന്നെ BJPക്ക് ജയിക്കാനുള്ള നിലവിലൊരു സാഹചര്യമില്ല. അവർ ജയിച്ചു വരുമായിരിക്കാമെന്ന് മാത്രമേ നമുക്ക് അവിടെ പറയാൻ പറ്റൂ. ഏറെക്കുറെ പശ്ചിമ ബംഗാളിലെ സീറ്റുകൾ BJPക്ക് വലിയ സ്വാധീനയില്ല. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും BJPക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വന്നേക്കാം. അത്തരം സാഹചര്യങ്ങളെ വളരെ ബുദ്ധിപരമായിട്ടാണ് BJP ഇവിടെ അതിജീവിച്ചത്. അതായത് കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കി എന്ന് പറയുന്നത് കണക്ക് നിലവിലുള്ള 543 സീറ്റിൽ ജനസംഖ്യ ആനുപാതികമായി ഇത് സീറ്റുകൾ ഡിവൈഡ് ചെയ്തു പോവുകയും അങ്ങനെ വരുമ്പോൾ നിലവിലെ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് നിലവിലുള്ള സീറ്റുകൾ പലതും കുറയാനുള്ള സാഹചര്യം ഉണ്ടാവുകയും പ്രത്യേകിച്ച് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടാവുകയും അത് ജനറൽ സീറ്റ് കൂടി നഷ്ടപ്പെടുന്നതോടുകൂടി ഈ രാഷ്ട്രീയ പാർട്ടികൾ ആകെ തമ്മിലടിച്ചില്ലാതാകുന്ന ഒരു അവസ്ഥയുണ്ടാവും. മത്സരിക്കാൻ പലർക്കും സീറ്റ് കിട്ടാത്തൊരു സാഹചര്യമുണ്ടാവും. അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് വേണ്ടി കൊണ്ടുവന്ന ഈ സംവരണം ഇല്ലാതാക്കാൻ ശ്രമിച്ച പ്രതിപക്ഷത്തോട് സ്ത്രീകൾക്ക് വലിയൊരു വിരോധം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. ചുരുക്കം പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ഒരു ആപ്പിൻ്റെ മുകളിൽ കയറിയിരുന്ന് മുകളിലൊരു ആണിയും കൂടെ അടിച്ച് കയറ്റി വെച്ചിട്ടിരുന്ന് ചിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് ഈ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളെ വലിയ രീതിയിൽ തകർക്കുന്ന കാര്യമാണ്. ഇവർ സ്വയം ചെയ്തു വെച്ചത്, BJP ചെയ്തതല്ല. BJP മനോഹരമായ ഒരു കുഴി കുഴിച്ച് ആ കുഴിയിലേക്ക് എല്ലാത്തിനെയും കൂടെ വരിയായിട്ട് കൊണ്ടിടുകയാണ് ചെയ്തത്. ലെവലേശം ചിന്തിക്കാൻ ബോധമില്ലാത്ത കുറേ എണ്ണം പ്രതിപക്ഷത്തിരുന്ന് ബഹളം വെച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല എന്ന് വരും കാല തലമുറയ്ക്ക് മനസ്സിലാവുന്നൊരു സാഹചര്യം കൂടി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പറയണമെന്ന് തോന്നിയത് കൊണ്ട് പറഞ്ഞതാണ്. താങ്ക് യു.